ഗൈസ്, വെൽക്കം ടു മെറി അൺഫിൽറ്റേർഡ്. ഇന്ന് ഞങ്ങൾ ഇവിടെ UK കോട്സ്വേൾഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോവാണ്. സോ ലെറ്റ്സ് ഗോ ടു ദ 2.5 hours ഉണ്ട് കോട്സ്വേൾഡിട്ട്. അവിടെ കുറേ വില്ലേജ് 20 വില്ലേജ് ഉള്ള ഒരു സ്ഥലമാണ്. നമുക്ക് പറ്റുന്ന വില്ലേജൊക്കെ നമ്മൾ കവർ ചെയ്യാൻ പോവാണ്. സോ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്താണ് 11 o'clock ആയപ്പോഴാണ്. സോ എനിവേ നമുക്ക് നോക്കാം. സോ കോട്സ്വേൾഡ് ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരിക്കില്ല, നല്ലതായിരിക്കും എന്നുള്ള പ്രതീക്ഷയെ കൊണ്ടാണ് ഞാൻ പോകുന്നത്. എനിവേ നമുക്ക് നോക്കാം. 2.5 hours. ഞങ്ങൾ രാവിലെ പോകാനായിട്ടാണ് തീരുമാനിച്ചത്, ബട്ട് എഴുന്നേറ്റില്ല, വയ്യായിരുന്നു. സോ നമുക്ക് എന്തായാലും നോക്കാം. ഭയങ്കര നല്ല ക്ലൈമറ്റ് ആട്ടോ ഇന്ന്. നല്ല വെയിലാണ്, നല്ല ചൂട്, നമുക്ക് തന്നെ ഫീൽ ചെയ്യേണ്ട നല്ല ചൂട്. ഇപ്പം ഇവിടുന്ന് ഒരു 2 hours ഉണ്ട്. 2 hours ഇല്ല, അതിന് താഴെ ഉള്ളൂ. കാസിൽ കോംബ് എന്നാണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ്റെ പേര്. സോ നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ കുറച്ച് വില്ലേജസ്, പിന്നെ കുറച്ച് പാലസസ്, കാസിൽസ്, പിന്നെ ഒരു ടൈപ്പ് ഓഫ് കുറേ റിവറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ മെയിൻ പോയിന്റ് ആണ് ബിബറി. ബിബറി ഇസ് റിയലി ഗുഡ് പ്ലേസ്. എല്ലാവരും പറയുന്നത് അടിപൊളി സ്ഥലമാണ്. സോ നമുക്ക് നോക്കാം എന്താവും ഇന്നത്തെ ട്രിപ്പ്. അപ്പം ഞങ്ങളിത് ഇവിടെ നൂർക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നൂരിട്ട്. ഓക്കെ ഗൈസ്, സീ യു ദ നെക്സ്റ്റ്. നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു 100 steps ആണുള്ളത്. സോ നമുക്ക് അങ്ങോട്ട് നടക്കുകയാണ് നമ്മൾ. ഭയങ്കര പ്രകൃതി ഭംഗിയുള്ള സ്ഥലം. വാവ് വാവ്. എല്ലോസ് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ സ്പോട്ടിലെത്തിയിട്ടോ. ഇത് ആണ് കാസിൽ കോംബ്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. നമ്മുടെ ഇംഗ്ലണ്ടിൻ്റെ ഹൃദയഭാഗം എന്നൊക്കെ പറയില്ലേ, ആ ഒരു സ്ഥലത്തുള്ളതാണ്. ഭയങ്കര പ്രകൃതിയോടാണെങ്കിൽ ചേർന്നിരിക്കുന്ന ടൈപ്പ് ബിൽഡിങ്ങും, ഈ ബിൽഡിങ്ങിൽ മൊത്തം ഇങ്ങനെ അവർ പല ടൈപ്പ് ഓഫ് മരങ്ങളും ചെടികളും ഒക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചേക്കാണ്. ഫുൾ ഒരു ട്രഡീഷണൽ, അല്ലെങ്കിൽ പറയാം നമുക്കൊരു ഏൻഷ്യൻറ്റ് ടൈപ്പ് ഓഫ് ഒരു ബിൽഡിങ്സ് ആണ് മൊത്തം. ബിബറി അല്ലാതെ ഈ കാസിൽ കോംബ് അല്ലാതെ കുറേ അതർ വില്ലേജസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിവിടെയൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിന് ഭയങ്കര ഒരു സമാധാനം ഫീൽ ചെയ്യും, ഒരു ടൈപ്പ് ഓഫ് പീസ്. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചൂടും ഹ്യൂമിഡിറ്റിയും കാരണം നമുക്ക് അത്രമാത്രം എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും കുഴപ്പമില്ലായിരുന്നു, നൈസ് ഡേ ആയിരുന്നു കേട്ടോ. നമുക്കൊരു മീഡിയം ക്ലൈമറ്റ് എന്ന് വെച്ചാൽ ഒരു 15 ഡിഗ്രിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഓക്കെയാണ്. കാര്യം ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് നമുക്ക് സഹിക്കാൻ പറ്റിയില്ല. എനിവേ, ഇതാണ് കാസിൽ കോംബ്. ഇത് കുറേ വില്ലേജസ് ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ നല്ല അടിപൊളിയായിട്ടുള്ള റിവറൊക്കെ ഉണ്ട്. നമുക്കത് കൂടെ നടക്കാം. ഇവിടെ ആരും ഒരു റെസ്ട്രിക്ഷനോ അങ്ങനെയൊന്നുമില്ല. പിന്നെ മോസ്റ്റ് ഓഫ് ദം ഈസ് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, അതുകൊണ്ട് നമുക്ക് അതിലേക്ക് കയറാൻ ആക്സസിബിൾ അല്ല. പിന്നെ ഇവിടെ പോകുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത് നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ക്യാഷ് വെച്ചിരിക്കണം. ഇവിടെ കാർഡൊന്നുമില്ല. സോ നമ്മളെപ്പോഴും കാർഡ് പേയ്മെൻറ്റ് ഇല്ലാതെ കയ്യിൽ ലിക്വിഡ് ക്യാഷ് തന്നെ വെക്കണം. പിന്നെ ഇവിടുത്തെ ആൾക്കാരെല്ലാം ഭയങ്കര സിമ്പിൾ ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഷോപ്പായാലും എന്തായാലും നമ്മൾ ലിക്വിഡ് ക്യാഷാണ് അവർക്ക് ഈസി. ഹായ് ഗായ്സ്, ഭയങ്കര വെയിലാണ്, മൊത്തം കരിഞ്ഞു പോയി. ഇപ്പോൾ രണ്ടുപേരും കരിഞ്ഞു. സോ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ കുറച്ച് യോഗേർട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ യോഗേർട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. വലിയതായിട്ടൊന്നും കാണാനില്ല. സോ നമ്മുടെ നെക്സ്റ്റ് സ്റ്റോപ്പ് വരുന്നത് ബിബറിയിലാണ്. ബിബറി ഭയങ്കര ഒരു ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്, റിവറൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു 4 മണി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കാറിന് എൻജിൻ ഓയിൽ വാർണിംഗ് വന്നു. അപ്പോൾ നമ്മൾ എൻജിൻ ഓയിൽ തപ്പി പോവാണ്. അത് കഴിഞ്ഞ് ഫുഡ് അടിച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. എനിവേ കുറേ ട്രാവലിംഗ് ഉണ്ട്. അത്ര എന്താ പറയുക, ഈ വെയിൽ ഭയങ്കര ചൂടാണ്. നമുക്കത് അത്രമാത്രം ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന് വരുമ്പോഴേ. സോ വെയിൽ കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടില്ലേ കോലം. എങ്ങനെ മനസ്സിലാവണം നമ്മളിതാണ് നല്ല ചൂടായിട്ട്.
Yo esto no es por nada. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? സൂപ്പറായിട്ടുണ്ട്. എൽത്തോൻ്റെ കപ്പ് ഓഫ് ടീ അല്ല, ചിലപ്പോൾ അതായിരിക്കും. എനിക്ക് കുഴപ്പമില്ല, ഒരു ചേഞ്ച്. ഇങ്ങനത്തെ ഒരു ഗ്രാമപ്രദേശത്തേക്കൂടെ പോകുമ്പോൾ രസമല്ലേ? നമ്മുടെ നാട്ടിലെ റബ്ബറും തോട്ടം പോലെ ഇരിക്കുന്നു. റബ്ബർ. Look at this. Oh wow. What a beautiful architecture. കുറേ വീഡിയോ കണ്ടിട്ടാണ് കോട്സ്വോൾഡ് ചൂസ് ചെയ്തത്. ബട്ട് ഇറ്റ്സ് നോട്ട് എ ആർക്കിടെക്ചർ കാണാനാണെങ്കിൽ ഇറ്റ്സ് നൈസ്. ലൈക്ക് ബാത്തിലൊക്കെ റോമൻ ബാത്തിൽ പോണ പോലെ. ബട്ട് എനിവേ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. സോ ഞങ്ങൾ തിരിച്ചു പോകാനുണ്ടോ? ഓക്കെ. Wow. ചേട്ടാ ഇങ്ങോട്ട് നോക്കുവോ? ഇത് റോസ്മേരി അല്ലേ? ഇത് റോസ്മേരിയാ. ബിൽഡിംഗ്. അടിപൊളി ഫോട്ടോ കിട്ടാനുള്ള ഒരു മാർഗം ഞാൻ പറഞ്ഞിട്ടാ. ആ ഡോർ അത് മിക്കവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. ഈ ഒരു സ്ഥലം ഒരു ഫെയറി ടെയിൽ, ഒരു സിനിമാറ്റിക്, ആ ഒരു ടൈപ്പ് ഓഫ് ഒരു സ്ഥലം കേട്ടോ. ഭയങ്കര പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലം. ആദ്യം ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ചൂടിൻ്റെ ഹ്യൂമിഡിറ്റിയുടെ ഒക്കെ ആയിരിക്കും നമ്മളങ്ങ് മടുത്തു പോയായിരുന്നു. എനിവേ നല്ലൊരു ബെസ്റ്റ് പ്ലേസ് ആട്ടോ. ഒരു ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാനും അല്ലെങ്കിൽ കുറച്ച് നേരം റിലാക്സ് ചെയ്യാൻ, ഫാമിലിയൊക്കെ ആയിട്ട് റിലാക്സ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള നല്ലൊരു സ്ഥലമായിരുന്നു. സോ ഞങ്ങൾക്ക് മടുത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ വരെ ട്രാവൽ ചെയ്യാനുള്ളതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിച്ചിട്ട് പോരാണ്. അവിടെ ദോശ പാർക്ക് എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ കയറിയത്. സോ ദാറ്റ്സ് ഇറ്റ്.